ഹലോ നമസ്കാരം. എലൈറ്റ് എക്സ്പെർട്ടീസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെറിൽ സ്വീറ്റി മാത്യൂസ്, എലൈറ്റ് എക്സ്പെർട്ടീസിന്റെ സ്റ്റുഡന്റ് ആണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ടയാണ്. ഞാൻ ഫാംഡി പഠിച്ചതാണ്. ഇപ്പോൾ ഒമാനില് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. എലൈറ്റ് എക്സ്പെർട്ടീസ് ക്യാപ്സ് എക്സാം തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്. നോളജ് അസസ്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, അതായത് ക്യാപ്സ് എക്സാം, ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിൽ നടത്തുന്ന ഒരു യോഗ്യത പരീക്ഷയാണ്. ഓസ്ട്രേലിയയിൽ ഒരു ഫാർമസിസ്റ്റ് ജനറൽ രജിസ്ട്രേഷന്റെ ആദ്യ ചുവടാണ് ക്യാപ്സ് എക്സാം. ഒരു വിദേശ ഫാർമസിസ്റ്റിന് ഓസ്ട്രേലിയയിൽ പ്രാക്ടീസ് ചെയ്യാനും ഈ എക്സാമിന് ശേഷം സാധിക്കും. സോ ക്യാപ്സ് എക്സാമിന് ശേഷം നിങ്ങൾ ഇംഗ്ലീഷ് എക്സാമും കൂടെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പെർമനന്റ് റെസിഡൻസ് വിസാസ് ആയ 190 വിസ, 491 വിസ എന്നിവയ്ക്ക് അപേക്ഷിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനും സാധിക്കും. തുടർന്ന് അവിടെ ചെന്നിട്ട് പെയ്ഡ് ഇന്റേൺഷിപ്പ്, ഇന്റേൺ റിട്ടൺ ആൻഡ് ഓറൽ വൈവ എക്സാമിന് ശേഷം നിങ്ങൾ ഒരു ഫുള്ളി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആകാനും നിങ്ങൾക്ക് അവിടെ ഓസ്ട്രേലിയയിൽ തന്നെ ജോലി ചെയ്ത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സെറ്റിൽ ആവുകയും ചെയ്യാം. ഈ വർഷം ജൂലൈ മാസത്തിൽ നടന്ന ക്യാപ്സ് എക്സാമിന്റെ ഒരു വിജയിയാണ് ഞാൻ. അതും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ. എലൈറ്റ് എക്സ്പെർട്ടീസിലെ 2 ടീച്ചേഴ്സായ ആരിഫ് സർ ആൻഡ് ഹാരിക മാം ഓസ്ട്രേലിയയിൽ തന്നെ ജോലി ചെയ്യുന്ന 2 രജിസ്റ്റേർഡ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ്. ഇവരുടെ മികച്ച പരിശീലനവും പിന്തുണയും വഴി എന്നെ പോലെ നിങ്ങൾക്കും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ക്യാപ്സ് എക്സാം പാസ്സാകാവുന്നതാണ്. ഇത്തവണ എലൈറ്റ് എക്സ്പെർട്ടീസിന് 90% മുകളിലായിരുന്നു വിജയ ശതമാനം. എലൈറ്റ് എക്സ്പെർട്ടീസിന്റെ സേവനങ്ങൾ ക്യാപ്സ് എക്സാമിൽ മാത്രമല്ല, തുടർന്ന് വരുന്ന ഓസ്ട്രേലിയയിൽ നിങ്ങൾ ചെന്നതിന് ശേഷമുള്ള ഇന്റേൺ റിട്ടൺ എക്സാമും ഓറൽ വൈവ എക്സാമിനും എലൈറ്റ് എക്സ്പെർട്ടീസ് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങളും ഇവർ പറഞ്ഞു തരികയും ചെയ്യും. സോ എൻ്റെ എല്ലാ മലയാളി ഫാർമസിസ്റ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് എന്നെ പോലെ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഈ ജൂലൈ മാസം ക്യാപ്സ് പരീക്ഷ പാസ്സായ ഐറിസ് റോസ് ആണ്. വെൽക്കം ഐറിസ്, കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ. താങ്ക് യു ചേച്ചി, കൺഗ്രാറ്റുലേഷൻസ് ചേച്ചിക്കും. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? ഒത്തിരി സന്തോഷമുണ്ട്. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഫാമിലി കഴിഞ്ഞപ്പോ തൊട്ട്. നമ്മളെല്ലാരും ഫാമിലി ചെയ്യുന്ന പുറത്തോട്ട് പോവാൻ നോക്കാനായിട്ടാണല്ലോ, അവിടെ ആ സ്കോപ്പ് ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നത് തന്നെ. അപ്പം അത് കഴിഞ്ഞപ്പം പിന്നെ ഏത് കൺട്രിയിലോട്ട് നമ്മൾ പോകണമെങ്കിലും എക്സാം ക്ലിയർ ചെയ്യണം. അപ്പം ഒത്തിരി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞപ്പോ ക്യാപ്സ് ഒരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് തോന്നി. ബിക്കോസ് നമുക്ക് ഈ പറഞ്ഞ പോലെ 190 വിസ അല്ലെങ്കിൽ 491 വിസ നമുക്ക് പോകാനായിട്ട് പറ്റും. കുറച്ചുകൂടി സെക്യൂർഡ് ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വേറെ ഒരു കോഴ്സ്, ഒരു സ്റ്റുഡന്റ് വിസയിൽ പോവാതെ തന്നെ ഡയറക്റ്റ് ഈ ഒരു പാത്വേ പോയിട്ട് അവിടെ നമ്മൾ സ്റ്റുഡന്റ് വിസ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഡയറക്റ്റ്ലി, അതും പോരാത്തതിന് ക്യാപ്സ് നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ എഴുതാം, ഇന്ത്യയിൽ തന്നെ എഴുതാം. അപ്പോ അതൊക്കെ ഭയങ്കര പ്ലസ് പോയിന്റ്സ് ആണ്. പിന്നെ ഓസ്ട്രേലിയ പോലത്തെ ഒരു കൺട്രിയിൽ പോയി സെറ്റിൽഡ് ആവാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോ ഒത്തിരി സന്തോഷം. പഠിച്ചതൊക്കെ ഒന്ന് പറയാമോ? പറയാം. ഞാൻ ഫാമിലി ചെയ്തത് JSS ഫാർമസി കോളേജ് മൈസൂരിലാണ്. ഞാൻ 2021 പാസ് ഔട്ട് ബാച്ച് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു 2 ഇയേഴ്സിനുള്ളിൽ ഇങ്ങനെ കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ എവിടേക്ക് പോകണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിനെ പറ്റി ആലോചിച്ചു. എന്നിട്ടാണ് ഈ ക്യാപ്സ് എക്സാം എന്നുള്ള രീതി ഫൈനലൈസ് ചെയ്ത് എടുത്തത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയത് ഒത്തിരി സന്തോഷമുണ്ട്. അതൊരു നിസ്സാര കാര്യമല്ല. അതെ, പോരാത്തതിന് ഈ പ്രാവശ്യം എക്സാം കുറച്ച് ടഫായിരുന്നു, കുറച്ചധികം ടഫായിരുന്നു. അപ്പോ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം സാധിച്ചത് എലൈറ്റ് എക്സ്പെർട്ടീസിലെ 2 ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് കൊണ്ട് മാത്രമാണ്. എത്രത്തോളം സെൽഫായിട്ട് എഫേർട്ട് ഇട്ടാലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്വേ കൂടെ പോകണം. നമ്മൾ ഓവറായിട്ട് പഠിക്കാനും പാടില്ല, എന്നാൽ കുറച്ച് പഠിക്കാനും പാടില്ല. ആവശ്യമില്ലാത്തത് വലിച്ചു വാരി പഠിച്ചിട്ടും കാര്യമില്ല. അപ്പം എക്സാമിന് വരുന്ന ആ ഒരു രീതിയിൽ നമ്മള് പഠിക്കണം. അപ്പോ അതിന് എലൈറ്റിലെ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ കാര്യം അവരവിടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതാണ് എനിക്ക് തോന്നുന്നു ബാക്കി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനേക്കാളും എലൈറ്റിനെ ഒന്ന് വേർതിരിച്ച് നിർത്തുന്ന എനിക്ക് തോന്നുന്നു. നമുക്കിപ്പോ നാട്ടിലാണെങ്കിലും പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നമ്മളിപ്പം ക്യാപ്സിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാല്
ഇവര് ഓൾറെഡി അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ അവർക്ക് അവിടുത്തെ ഒരു രീതി കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇത്. അപ്പൊ എനിക്ക് ഒരു 2 ക്ലാസ് കേട്ടപ്പോ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഞാൻ കറക്റ്റ് ഒരു ചോയ്സ് ആണ് എടുത്തേക്കുന്നത്. അവരുടെ ഒരു പഠിപ്പിക്കലിന്റെ രീതിയാണെങ്കിൽ തന്നെ കറക്റ്റ് ആയിട്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി തരാം. അല്ലാതെ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളൊരു സംഭവമേ ഇല്ല. അതെ കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര പാട് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു രീതി നമ്മൾ പഠിപ്പിച്ചാൽ നമുക്ക് കോൺസെപ്റ്റ് അറിയാലോ, ബേസിക്സ് അറിയാവുന്നതുകൊണ്ട്, ബേസിക് കാര്യം അറിയാവുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ പറ്റി. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഞാനും ചേച്ചിയും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് കോൺസെപ്റ്റ് നമുക്ക് തറവായിട്ട് കിട്ടിയത് കൊണ്ട് കാര്യം നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഡയറക്റ്റ് ആയിട്ടല്ല ഒന്നും തന്നെ വന്നത് എക്സാമിന്. അപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് വരുമ്പോഴും നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മുടെ ബേസ് കാര്യങ്ങൾ അവർ അത്രയും തറവാക്കി തന്ന് വിട്ടത് കൊണ്ടാണ്. അതെ അപ്പോ ലൈറ്റ് എക്സ്പെർട്ടൈസ് ചൂസ് ഐറിസ് എന്തുകൊണ്ടൊരു നല്ല തീരുമാനം. എത്ര എന്നാ ജോയിൻ ചെയ്ത് എത്ര നാൾ എടുത്തു? ലൈക്ക് ഞാന് വേണ്ടിട്ട് തന്നെ എത്ര നാൾ എടുത്തു? ഞാനൊരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴാണ് ഈ ക്യാപ്സ് എന്നുള്ള സംഭവം ഒന്ന് ഫിക്സ് ചെയ്തത്, ഈ 2023 ഫെബ്രുവരി. അപ്പോ അങ്ങനെ പിന്നെ എൻ്റെ ഒരു സീനിയർ ഈ കോളേജിൽ ഒരാൾ ഇങ്ങനെ ക്യാപ്സ് എഴുതി പോയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാനിങ്ങനെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ടീച്ചേഴ്സിന്റെ റിവ്യൂസ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഇവരെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മാർച്ച് ഹാഫ് എന്തോ ആയപ്പോഴാണ് ഞാൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. അതെ, 3.5 months നമ്മള് കംപ്ലീറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ എന്നെ പോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. ഒരു ദിവസം എത്ര മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്തു ഇതിനു വേണ്ടി? ലൈക്ക് അങ്ങനെ നമ്മളൊരു 4 മണിക്കൂറൊക്കെ ആയിരുന്നു യൂഷ്വലി നമ്മുടെ ക്ലാസ് ടൈം ആയിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അന്നന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ വായിച്ചു പോകും. അറ്റ്ലീസ്റ്റ് ഒന്നും അറിയാത്ത നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് ഞാൻ ഇരുന്നിട്ടില്ല. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഒരു വൺസ് എങ്കിലും വായിച്ചിട്ടാണ് നെക്സ്റ്റ് ഡേയിലോട്ട് ഞാൻ പോയത്. പിന്നെ ചില ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ കാർഡിയോവാസ്കുലർ സിസ്റ്റം അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം ഒക്കെ വരുമ്പോൾ തറവായിട്ട് ഇപ്പം ഇന്ന് ഒരു ക്ലാസ് എടുക്കുവാണെങ്കിൽ ഇന്നലത്തെയും കൂടി പഠിക്കും, പിന്നെ നാളെ എത്തുമ്പോൾ ഈ 2ഉം കൂടി വായിച്ചിട്ടാ പോവാറ്. കാരണം ഒത്തിരി ഓവർലോഡ് ഉള്ള ടോപ്പിക്സ് ആണ് അതൊക്കെ. അപ്പോ അതിന് ഞാൻ കുറച്ച് എക്സ്ട്രാ, അതായത് പിന്നെ പോരാത്തതിന് അതിൽ നിന്ന് കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സും കൂടിയാണല്ലോ. അപ്പൊ ഒരു പോയിന്റ് ലാസ്റ്റ് ടോപ്പിക്സ് പോർഷൻസ് ഒക്കെ കഴിയാറാകുമ്പോൾ നമുക്കൊരു ബൊമ്പാർഡിങ് എഫക്റ്റ് ആണ് കുറേയും. പിന്നെ നമ്മൾ ഡോസും കറക്റ്റ് ആയിട്ട് പഠിക്കണം, എല്ലാ സബ്ജക്ട്സും കൂടി വരും. പിന്നെ നമ്മൾ മോക്കൊക്കെ ചെയ്യുമ്പം ഒരു ലാസ്റ്റ് മന്ത് എത്തുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ടഫ് ടൈം ആയിരുന്നു. പക്ഷെ എന്നാലും ഒരു കറക്റ്റ് പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ. ക്ലാസ് കേട്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക. വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ കൂടുതലുള്ള ടോപ്പിക്സിന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അത് അറ്റ് ദി എൻഡ് വരുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഓർത്തിരിക്കണം. ആ ഒരു സമയത്ത് നമ്മളത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ സാറ് മാമിന്റെയും കാര്യം പറയുകയാണെങ്കിൽ അവര് ക്ലാസ് എടുക്കുമ്പം തന്നെ അവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഈ ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. മേ ബി അവരൊരു കുറെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ടായിരിക്കും. ഇവര് ഈ പറഞ്ഞ പോലെ ക്യാപ്സ് ഒരു 5-6 വർഷം മുന്നേ എഴുതിയവരാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ട്രെൻഡും കാര്യങ്ങളും അവർ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആരിഫ് സാറും അതെ, ഹാരിക മാമും അതെ, കറക്റ്റ് പറയും ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മൾ സ്റ്റാർ ഇട്ട് വെക്കും. അപ്പം റിവൈസ് ചെയ്യുമ്പം അത് നമ്മൾ കൂടുതൽ ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ നമ്മുടേതായ മെത്തേഡ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. സ്ട്രാറ്റജി ആൻഡ് മെത്തേഡ്സ് അല്ലേ ഇങ്ങനെ നമ്മൾ പഠിച്ചത് എന്നുള്ള യുവർ പേഴ്സണൽ സ്ട്രാറ്റജി ഇങ്ങനെയാണ്? എന്റെ അങ്ങനെയാണ്. ഡെയിലി ആ ദിവസത്തെ കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിന് കയറാം. ചില ടോപ്പിക്സ് ഒക്കെ പോരാത്തിന് എസ്പെഷ്യലി കാർഡിയോവാസ്കുലർ സിസ്റ്റവും നെർവസ് സിസ്റ്റവും മെഡിസിനൽ കെമിസ്ട്രിയുമാണ് ഞാൻ റെക്കോർഡിങ്സ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഡേ ഞാൻ കേൾക്കുമ്പം റെക്കോർഡിങ്സ് കേൾക്കുന്നതിന്റെ ഒപ്പമാണ് ഞാൻ ഈ ക്ലാസ് നോട്ട്ബുക്ക് തുറന്നു വെച്ചിട്ട്. എലൈറ്റ് എക്സ്പെർട്ടീസിൽ മാത്രം വരുന്ന ഒരു കാര്യമാണ് ഈ റെക്കോർഡഡ് ലെക്ചേഴ്സ് എന്നുള്ള ഒരു ഫാക്ടർ. ഞാനും ഇതുപോലെ പലതിനകത്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടാതിരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളും ജോലി ചെയ്തു, എല്ലാത്തിലും നമുക്കൊരു റെക്കോർഡഡ് ആയിട്ട് നമുക്ക് ലൈവ് ലെക്ചർ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നമുക്കതെല്ലാം റെക്കോർഡഡ് ആയിട്ടുണ്ട്. എത്ര വട്ടം വേണമെങ്കിലും നമുക്കത് കേട്ടോണ്ടിരിക്കാം. നമ്മളിപ്പം അറ്റ്ലീസ്റ്റ് ഇപ്പം ടുവേർഡ്സ് എൻഡ് ഒക്കെ ആകുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഇയർഫോൺ ഇട്ടത് കേട്ടോണ്ടിരിക്കാം.
അതെ അതെ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. പോരാത്തെ കുറേയും സബ്ജക്ട്സ് അങ്ങനെ ടോപ്പിക്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട് ഈ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ. ഞാനൊരു പോയിന്റ് എത്തിയപ്പോ ഞാൻ അത്രയും കൺസിസ്റ്റന്റ് അല്ലായിരുന്നു, പക്ഷെ ടീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് മോക്ക് ഇടുന്നു, കറക്റ്റ് ആയിട്ട് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് അസൈൻമെന്റ്സ് തരുന്നു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇവർക്ക് അവിടെ ജോലിയുമുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, ഇടയ്ക്കാണ് അപ്പം അവര് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്തു തരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോ ഞാൻ ശരിക്കും വിചാരിച്ചായിരുന്നു ഇത്രയും എഫേർട്ട് ഇവര് തന്നെ ഇടുന്നുണ്ട്. Yeah. അതെ, അത് ഭയങ്കര റിമാർക്കബിൾ ആട്ടോ. അവരിടുന്ന എഫേർട്ട് ഭയങ്കര റിമാർക്കബിൾ. അതിന് സാറിനെയും മാമിനെയും ഒരു ഹ്യൂജ് താങ്ക്സ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നമ്മള് ഇപ്പൊ മോക്ക് തരുന്ന ഇപ്പൊ ഈ എലൈറ്റ് എക്സ്പെർട്ടൈസ് നമുക്ക് ഒത്തിരി മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് തന്നെ ഓൾമോസ്റ്റ് 15 മോക്സ് എന്തോ 15 mock ഉണ്ടായിരുന്നു. tests അതിന് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഒരെണ്ണത്തിനകത്ത് തന്നെ ഏകദേശം നൂറടുത്തൊരു 80 questions വെച്ച് ഉണ്ട്. ഒരു ഉണ്ടായിരുന്നു. ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻസ് വെച്ചുണ്ട് ഓരോന്ന്. അതെ അപ്പൊ അതെ ഓൾമോസ്റ്റ് ഒരു 1600 ക്വസ്റ്റ്യൻസ് തിരിച്ചും മറച്ചു വിട്ട് അവർ നമ്മളെ പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ സാറും മാമും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി തന്നെ, ഓരോ ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റായി, അതെ എന്തുകൊണ്ട് ആ ഓപ്ഷൻ ശരിയായില്ല, ഈ correct. ഓപ്ഷൻ എന്തുകൊണ്ടാണ് കറക്റ്റ്, ഇനി ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും എങ്ങനെ മറ്റേതുകളെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അങ്ങനെ അതെ ഓരോ ക്വസ്റ്റ്യനും അവര് ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാൽക്കുലേഷൻസിന്റെ കാര്യം ഇപ്പൊ ക്യാപ്സ് എക്സാമില് ഒത്തിരി പേർക്ക് പേടിച്ച് അവര് പിന്നോട്ട് നിൽക്കുന്നത് കാൽക്കുലേഷൻ ഉണ്ട് എന്നുള്ളൊരു ഞാൻ കാര്യത്തിലാണ്. ഉൾപ്പെടെ അപ്പൊ അതെ, ഞാനും അങ്ങനെ അപ്പൊ ചിന്തിക്കും. പക്ഷെ ഞാനും സത്യം പറഞ്ഞ ഈ ക്യാപ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇവരുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഞാൻ നല്ലപോലെ പേടിച്ചായിരുന്നു. പിന്നെ നമ്മളതങ്ങ് ഒരു റിസ്ക് എടുത്ത് അറ്റംപ്റ്റ് ചെയ്യുക. നമ്മള് അതെ അതെ ഇത്രയും 6 വർഷം പഠിച്ച് പാസ്സാകാൻ പറ്റിയെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ. പക്ഷെ മാം കാൽക്കുലേഷൻസ് എടുക്കുന്ന ഒരു രീതി, ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് അതിന്റെ ഓരോ മൈന്യൂട്ട് സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, ഈവൻ മില്ലി ലിറ്റർ ടു ലിറ്റർ കൺവേർഷൻ വരെ മാം മാം എഴുതി എക്സ്പ്ലെയിൻ കാണിച്ചു ചെയ്തിട്ടുണ്ട്. തന്നിട്ടാണ് എക്സ്പ്ലെയിൻ അതെ അതെ ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരു എക്സാമിന് പോയപ്പം കാൽക്കുലേഷൻസ് ആയിരുന്നു എന്റെ ഒരു സ്ട്രോങ് പോയിന്റ്. കാൽക്കുലേഷൻസും മെഡിസിനൽ കെമിസ്ട്രി ആയിരുന്നു ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് വന്നത്. അതെ അതെ അതെ, മെഡിസിനൽ കെമിസ്ട്രി എനിക്കും തുടങ്ങിയ സമയത്ത് ഒരു നൈറ്റ്മെയർ പോലെയായിരുന്നു. കാരണം നമ്മൾ തേർഡ് ഇയറിൽ കഷ്ടപ്പെട്ട് പഠിച്ച് എങ്ങനെയോ പാസ്സായ ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ സാർ കറക്റ്റ് ആയിട്ട്, എനിക്കൊന്ന് സാർ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോളോ ചെയ്യാതെ അങ്ങനെ ഒരു ഇത് വരില്ല. സാർ കറക്റ്റ് ആയിട്ട് പാസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ആ ടോപ്പിക്സ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതെ പോരാത്തതിന് മെഡിസിൻ കെമിസ്ട്രിക്ക് മാത്രമായിട്ട് സാർ ഒരു മോക്ക് തന്നിട്ടുണ്ട്, യെസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതെ പിന്നെ അതെ ഇപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ് കൂടുതലും അവർക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് ചോദിക്കാൻ പറ്റുന്നത്. സ്ട്രക്ചർ പിന്നെ അധികം അങ്ങ് കൺഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോ അത് ചെയ്ത സമയത്താണെങ്കിൽ പോലും സാറ് സ്റ്റീരിയോ കെമിസ്ട്രി ഒത്തിരി സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, ഇപ്പൊ എല്ലാവർക്കും എന്നെ പോലെ തലേ ദിവസത്തെ വായിച്ചിട്ട് കയറാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്റെ ഒപ്പം പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് കുട്ടികളുള്ള അതെ മദേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഓരോ തവണ അവർ ക്ലാസ് തുടങ്ങുമ്പം ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്നൊന്ന് ബ്രീഫായിട്ട് വേഗം ഓടിച്ചു വിട്ടിട്ടാണ് അതെ അവർ പഠിപ്പിക്കുന്നത്. അത് ഭയങ്കര റിമാർക്കബിൾ ആട്ടോ. ഒത്തിരി അവർ എഫേർട്ട് ഇടുന്നതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് അത്. അപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും എന്നെ പോലെ വർക്ക് ചെയ്യാതെ തന്നെ ഇതിന് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്കാണെങ്കിലും, ഈവൻ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാര് ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്നവരും ഉണ്ട് നമ്മുടെ കൂടെ പ്രിപ്പയർ ചെയ്ത്. അവർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പം റെക്കോർഡഡ് ആയിട്ട് കിട്ടുക, രാത്രി കുട്ടി ഉറങ്ങിയിട്ടാണെങ്കിലും കേൾക്കാം. അപ്പം ഇത് വീഡിയോ കേൾക്കുന്ന ഈ പറഞ്ഞ പോലെ പേരൻസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ തരുന്ന ഒരു റെക്കോർഡഡ് വീഡിയോസ്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത്, ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെപ്പോഴും അവൈലബിൾ ആണ് ത്രൂ വാട്സ്ആപ്പ്. exactly. അതെ അതെ അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു വളരെ ഒത്തിരി ഉണ്ട് അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. അതെ, അറ്റൻഷൻ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം ഓരോ കുട്ടികളുടെ നമ്പർ സേവ് ചെയ്തിട്ട്, ഇപ്പം ഞാനൊക്കെ കാൽക്കുലേഷന് മാമിന്റെ അടുത്ത് വളരെ നിസ്സാരമായിട്ട് ഒരു ഡൗട്ടാ ചോദിച്ചത്. എനിക്കത് അപ്പം ക്ലിക്ക് ആവാഞ്ഞിട്ടാ ഞാൻ രാത്രി 2:30 എന്തോ ഞാൻ മെസ്സേജ് അയച്ചത്. എനിക്കറിയില്ല, മാം അപ്പൊ തന്നെ റിപ്ലൈ തന്നു. എന്നുവെച്ചാൽ അതേപോലെ ഓരോ കാര്യത്തിനും ഇപ്പം ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടും അവര് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം എല്ലാവരുടെയും ക്ലിയർ ചെയ്തിട്ട് ലാസ്റ്റ് ഇനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് സാർ മാം ക്ലാസ് എൻഡ് ചെയ്യുന്നത്. അതെ
അപ്പോ ഒരു കോച്ചിങ് എനിക്ക് തന്ന ഒരു കോൺഫിഡൻസ് അതുണ്ട്. എന്ന് വെച്ചാൽ ഞാനും വിചാരിച്ചിരുന്ന പഠിച്ചു നോക്കാം, എന്തായാലും എക്സാമിന്റെ കോസ്റ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1.5 ലക്ഷത്തോളം ആണ് ഈ എക്സാമിന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അതെ, എക്സാമിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മള് 1.5 ലക്ഷം സ്പെൻഡ് ചെയ്യുമ്പോൾ അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ എഴുതാൻ പറ്റത്തുള്ളൂ. ഒരു 2 മാസം വരെ എനിക്ക് നോക്കാം പറ്റും. കാരണം നമ്മളൊരു എൻഡ് എത്തുമ്പോഴാണ് നമുക്ക് ഓവറോൾ ആയിട്ട് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഈ പറയുന്ന പോലെ എല്ലാ ടോപ്പിക്സിൽ നിന്നും ഒരുമിച്ച് ഒരു മോക്കൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അതെ, അങ്ങനത്തെ മോക്സും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അവര് പേഴ്സണലി നമുക്കൊരു പുഷ് തരുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് ഡൗൺ ആയിട്ടാണെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുമ്പോൾ പേഴ്സണലി ഇല്ല പറ്റും, ഇതൊക്കെ പറ്റും, നമുക്ക് പറ്റും എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് പുഷ് ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും. അത് നമ്മൾ ടീച്ചേഴ്സ് തന്നെ ചെയ്യുമ്പോൾ അതെ, എനിക്ക് ഉറപ്പാണ് എന്റെ ഒപ്പം പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 100 കൂടുതൽ ആൾക്കാർ എന്താ എഴുതിയിട്ടുണ്ട്. ശരിക്കും മോർ ദാൻ 95 പേര് നമ്മൾ എഴുതിയവരില് 38 പേര് ഏകദേശം പാസ്സായതാണ്. പാസ്സായിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് ഈ പാസ്സായ എല്ലാവർക്കും എന്നല്ല, പഠിച്ച എല്ലാവർക്കും തന്നെ ഉറപ്പാണ് ഇവര് തരുന്ന ഒരു ക്വാളിറ്റി ഓഫ് ടീച്ചിങ്ങിൽ ഒരു ഡൗട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു. കാരണം ഇത്തവണത്തെ നമുക്കറിയാം, ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലായിരുന്നു. കുറെ ശരിക്കും ഡെപ്തിൽ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം ചോദിച്ചിരുന്നത്. സോ അതൊക്കെ വായിച്ച സമയത്ത് എങ്ങനെ ലൈക്ക് എക്സാം ടൈമിലൊക്കെ ആ സമയത്ത് ടെൻഷൻ. അത് മാത്രമല്ല, ഇവർ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയത് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പം ഒരു ഓപ്ഷൻസിന്റെ ഒക്കെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ലൈൻ ഉണ്ടായിരുന്നു ഓരോ ഓപ്ഷൻസും എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസിൽ. അപ്പൊ ചിലപ്പോ ലൈക്ക് അത് അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ലൈക്ക് മോസ്റ്റ് ലൈക്ലി, ലീസ്റ്റ് ലൈക്ലി, ഒരു അബ്സല്യൂട്ട് ആൻസർ അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ നമുക്ക് മോസ്റ്റ് ലൈക്ലി കറക്റ്റ് ആയിട്ട് തോന്നുന്നതായിരിക്കില്ല, ചിലപ്പോ കറക്റ്റ് ആൻസർ. പക്ഷെ അതെ, കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയത് കൊണ്ട് മാത്രം കിട്ടിയൊരു വിജയം തന്നെയാണ്. പിന്നെ ദൈവാനുഗ്രഹം. എനിക്കത് പറ്റും, ചേച്ചി പറ്റി, എനിക്കത് പറ്റിയെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് പറ്റും. പോരാത്തതിന് കേരളത്തിൽ നിന്ന് ഇപ്പം ഫാംഡി ആണെങ്കിലും ബിഫാം ആണെങ്കിലും പഠിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പോരാത്തതിന് സ്റ്റുഡന്റ് വിസയിൽ പോകണ്ട, നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എക്സാം എഴുതി പോവാം. അതൊക്കെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് ക്യാപ്സിന്റെ. നമുക്ക് മൈഗ്രേഷൻ ചെയ്ത് നമുക്ക് അതെ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ആണ് ശരിക്കും ഓസ്ട്രേലിയ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി വിത്ത് ദ റൈറ്റ് ഗൈഡൻസ് ഐ ഫീൽ ആർക്കാണെങ്കിലും ക്യാപ്സ് എക്സാം ക്ലിയർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കുറച്ച് ഹാർഡ് വർക്കും ഒക്കെ ഒന്ന് ഇട്ടാ ശരിയാക്കാം. ഒരു 4 months കംപ്ലീറ്റ്ലി ഇതിനു വേണ്ടി എന്റെ ഒപ്പം പ്രിപ്പയർ ചെയ്ത് ഒത്തിരി പേര് വർക്ക് ചെയ്തവരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മന്ത് മാത്രമാണ്, അതെ ചേച്ചി ഉൾപ്പെടെ ലാസ്റ്റ് മന്ത് മാത്രമാണ് പിന്നെയും ഒന്ന് റിസൈൻ വെച്ച് അത് ആവശ്യമാണ്. കാരണം നമ്മള് ഒന്നാമത് ഇത്രയും സ്പെൻഡ് ചെയ്ത ഒരു എക്സാം എഴുതുമ്പോൾ ഒന്ന് അതിനു വേണ്ടി മാത്രമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വർത്താണ്. അപ്പൊ ചെയ്ത എല്ലാവർക്കും ഈ ഒരു ഒപ്പീനിയൻ തന്നെയായിരിക്കും. എല്ലാവരും ഈ ഒരു ഗൈഡൻസിൽ കൂടെ പോയവരാണ്. അപ്പം കറക്റ്റ് ആയിട്ടൊരു ഗൈഡൻസ്, എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട, ആ ഒരു ഡിഫറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പം അതുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പോരാത്തതിന് അത്രയും നല്ല ടീച്ചേഴ്സാണ് നമുക്കുള്ളത്, മാമും സാറുമാണ്. ഇപ്പം എന്റെ കോളേജിൽ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ എനിക്ക് അന്ന് പറഞ്ഞു തന്ന കുറെ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായത് ഇപ്പോഴാണ്. അപ്പോ ഒരു ക്വാളിറ്റി ഓഫ് ടീച്ചിങ് റിമാർക്കബിൾ ആണ്. അത് എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യുന്ന ഏതൊരാളും ഇത് തന്നെ പറയത്തുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു ഐറിസ്. സോ എത്രമാത്രം നമ്മൾ എലൈറ്റ് എക്സ്പെർട്ടീസിന് ക്യാപ്സ് എക്സാമിന് വേണ്ടി എത്രമാത്രം റെക്കമെൻഡ്? ഞാൻ എന്റെ അടുത്ത് ചോദിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ എലൈറ്റ് എക്സ്പെർട്ടൈസ് ജോയിൻ ചെയ്യണം എന്ന് എടുത്ത് പറയുന്നത്. കാരണം മെയിൻ ആയിട്ട് ചേച്ചിക്ക് തന്നെ ഓർമ്മയില്ല, ഇപ്പൊ ഇവര് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവര് അവരുടെ പ്രാക്ടീസിങ് എക്സ്പീരിയൻസിൽ വന്ന കാര്യങ്ങൾ പറയും. ഓരോ ഡിസീസ് വരുമ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അവര് ചിലപ്പോ അതൊക്കെ ആയിരിക്കും നമ്മൾ എക്സാമിൽ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഈ നോട്ട്ബുക്കിൽ നിന്ന് ഒത്തിരി വായിച്ചാലും ചിലപ്പോൾ ഇവര് പറഞ്ഞു തന്ന ഒരു കഥ അങ്ങനെയൊക്കെ ആയിരിക്കും. അത് യൂഷ്വൽ ഹ്യൂമൻ മെമ്മറി അങ്ങനെയാണല്ലോ. അപ്പൊ
ഒത്തിരി ഓരോ ടോപ്പിക്ക് പോകുമ്പോഴും സാർ ആണെങ്കിലും മാം ആണെങ്കിലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് ഇവരുടെ ക്ലാസ് എനിക്കൊരു പോസിറ്റീവ് വൈബായിട്ടാണ് തോന്നിയത് പേഴ്സണലി. അവര് നല്ല രീതിയിൽ എടുക്കുന്നു. ഒരു നല്ലൊരു ടീമായിരുന്നു. ഫസ്റ്റ് ബാച്ച് ആയിരുന്നു നമ്മുടെ. ഫസ്റ്റ് ബാച്ച് തന്നെ നല്ലൊരു ടീമായിരുന്നു. ഇപ്പം ഗ്രൂപ്പിലാണെങ്കിൽ പോലും ഡൗട്ട്സ് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന രീതിയാണ്. ഈവൻ ഗ്രൂപ്പിൽ അവർ എപ്പോഴും അവൈലബിൾ ആയിരുന്നു സാർ മാം. നമ്മളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ തന്നെ അത് ഏത് സമയത്താണെങ്കിലും, അവർ ഒന്നാമത്തെ ഓസ്ട്രേലിയ ആണ്, പല രാജ്യത്തുനിന്നും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, പാകിസ്ഥാനിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ട്, ബംഗ്ലാദേശ്, ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് വരെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ എല്ലാവർക്കും ഒരു ലാംഗ്വേജ് ബാരിയറോ ഒന്നും ഇല്ലാതെ തന്നെ ക്ലാസ് നടന്നു, ഗ്രൂപ്പിലെ ഡിസ്കഷൻസ് നടന്നു, അവരെപ്പോഴും അവൈലബിൾ ആയിരുന്നു. അപ്പോ പോരാത്തതിന് നമ്മുടെ ടെക്നിക്കൽ ടീമായിട്ട് വർക്ക് ചെയ്ത വികാസ് ബൈയും രേഖ മാമും, അവരും നമുക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ അപ്പൊ തന്നെ റിസോൾവ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പാണ്. ഇപ്പം ക്യാപ്സ് എക്സാം കഴിഞ്ഞ് ഞാനിപ്പം എന്റെ പ്രോസസ്സിങ്ങിലൂടെ പോകുമ്പോഴാണെങ്കിൽ എന്ത് ഡൗട്ട് ചോദിക്കുമ്പോഴും മാം സാറും അവൈലബിൾ ആണ്, രേഖ മാമും അവൈലബിൾ ആണ്. അത് വലിയൊരു കാര്യം തന്നെ. ഇപ്പം ഒരു നല്ലൊരു മനസ്സുള്ള ആൾക്കാരുടെ ആണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. കാര്യം അവര് അങ്ങനെ ഫീസും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഈ പ്രോസസ്സിങ്ങിന്റെ കാര്യം പറഞ്ഞു തരുന്നതിൽ. ഒന്നും എടുക്കുന്നില്ല. അപ്പം അങ്ങനെ പറഞ്ഞു തന്ന് കൂടെ ഉള്ളവരെയും കൂടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്കാരുടെ ഒരു പോസിറ്റീവ് വൈബും ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിലുണ്ട്. അപ്പം എലൈറ്റ് എക്സ്പെർട്ടൈസ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. എന്റെ ജൂനിയേഴ്സ് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്. കാരണം ഇപ്പൊ തന്നെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു ജോയിൻ ചെയ്യ്. അപ്പൊ ആൾക്ക് ക്യാപ്സ് ചെയ്താൽ പേടിയാ. വെച്ചാൽ ഒന്നാമത്തെ ആള് ബിഫാം ആണ്. അപ്പൊ ബിഫാം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്, തെറപ്യൂട്ടിക്സ് വരുമ്പോ എങ്ങനെ അവര് ഡീൽ ചെയ്യുന്നുള്ള ഒരു പേടിയുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചപ്പോ ഞങ്ങളും ഫാമിലി എടുത്തത് തെറപ്യൂട്ടിക്സ് എന്ന് പറഞ്ഞ സംഭവം ഇത് വിചാരിച്ചിട്ടല്ല, എന്ന് വെച്ചാൽ നമ്മൾക്ക് എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നമ്മളതങ്ങ് എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നാണ്. അപ്പൊ ബിഫാം ചെയ്തവര് ഇപ്പം തെറപ്യൂട്ടിക്സ് ഉണ്ടെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അവര്. അപ്പോ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പോവുക. അതിന് എലൈറ്റ് എക്സ്പെർട്ടൈസ് ഒരു പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ്. അതെ, ഓക്കെ. ഇനി ഫൈനൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വല്ലതും പറയാനുണ്ടോ? ഇത് കൂടാതെ എനിത്തിങ് എൽസ് പറയാനായിട്ട് ഉണ്ടോ? ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം ക്യാപ്സ് പാസ്സായി ഇനി പ്രോസസ്സിംഗ് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ഒത്തിരി സന്തോഷമുണ്ട്. അതെ, PT ചെയ്യണം. പിന്നെ അവിടെ ചെന്നിട്ട് ഇനി വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇന്റേൺ എക്സാം ഉണ്ട്. അതിനും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഇവർക്കുണ്ട്. അപ്പോ അതെനിക്കറിയില്ല എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്യാപ്സും ഇന്റേൺ എക്സാം. പിന്നെ മെയിൻ ആയിട്ടൊരു ക്വാളിറ്റി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവരവിടെ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടെ കടന്നുപോയതാണ്. ഡെയിലി ഇതാണ് അവരുടെ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറഞ്ഞത്. അപ്പം ഒരു എക്സ്പീരിയൻസ് ഉള്ള ആള് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഇറ്റ് റിയലി മേക്സ് എ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇപ്പം ക്യാപ്സ് എക്സാമിനെ കുറിച്ച് അറിയാനും എഴുതാനും പഠിക്കാനും ആഗ്രഹം ഉണ്ടെങ്കിൽ എലൈറ്റ് എക്സ്പെർട്ടൈസ് ഒരു പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ്. Okay. Thank you, Iris. Thank you so much for your time. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ എല്ലാം ചെയ്ത് തന്നു. നമ്മളെ കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ഫുൾ ഒരു ഐഡിയ കിട്ടി കാണും എലൈറ്റ് എക്സ്പെർട്ടീസിനെ പറ്റി. താങ്ക് യു സോ മച്ച്, ഐറിസ്, ഫോർ യുവർ ടൈം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് ഓസ്ട്രേലിയയിൽ വെച്ച് കാണാം, മീറ്റ് ചെയ്യാം. അതെ. താങ്ക് യു സോ മച്ച്, ഡിയർ. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ.